സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പത്രോസിന്റെ അടുത്ത് വന്നപ്പോൾ പത്രോസ് പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, നീ എൻ്റെ കാല് കഴുകിയോ? ഈശോ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല. ഇല്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി യാതൊരു പങ്കുമില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ. നമ്മൾ ഈ നോമ്പിലൂടെ കടന്ന നമ്മളെ ആണ്ടുകുമ്പസാരം അല്ലെങ്കിൽ തിരുസഭയുടെ കൽപ്പനകളിൽ 5 കൽപ്പനകളിൽ ഒന്നാമത്തേത് ഞായറാഴ്ചകളിൽ കടമുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന വേണ്ട രീതിയിൽ ആദരപൂർവ്വം നമ്മൾ ഒരുക്കത്തോടെ കുർബാനയിൽ പങ്കെടുക്കുക. 2ാമത്തെ കൽപ്പനയാണ് ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാകാലത്തെങ്കിലും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. യേശുവുമായുള്ള ഒരു പങ്കുവയ്ക്കുക, സ്വർഗം നിത്യത പങ്കുവയ്ക്കുവാനുള്ള യേശുവിൻ്റെ നമ്മോടുള്ള ഒരു കർത്താവ് ചെയ്ത ഒരു കാര്യമാണത്. അനുരഞ്ജനം. ശിഷ്യന്മാരുടെ കാല് യേശു കഴുകിയത് ഒരു ചടങ്ങായിരുന്നില്ല, അവരുമായിട്ട് യേശു അനുരഞ്ജനപ്പെടുകയായിരുന്നു. എന്നോർത്ത് നോക്കി, അവരുടെ മുമ്പിലിരുന്ന കാല് പിടിച്ച് ഉള്ളിൽ ആ കാല് പിടിച്ചപ്പോൾ തന്നെ അവരുടെ ഉള്ളം അലിഞ്ഞുപോയി. എന്തെല്ലാമാണല്ലേ. പക്ഷെ നമുക്കറിയാം, യുദാസിന്റെ കാല് പിടിച്ചപ്പോൾ അവൻ്റെ ഹൃദയം കഠിനമായിരുന്നത് കൊണ്ട് അവൻ്റെ ഹൃദയം അലിഞ്ഞില്ല. പണത്തിനു വേണ്ടിയുള്ള അവൻ അറിയാതെയാണ്, ഞാൻ എന്നൊക്കെ ഓർപ്പിച്ചതുപോലെ മനഃപൂർവ്വമല്ല. പണത്തിനു വേണ്ടി, ലോകമോഹങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മുടെ ഹൃദയം കഠിനമാക്കി നമ്മൾ കുമ്പസാരിക്കാതെ പോകരുത്. ഈ വർഷം, ഈ നോമ്പ് കാലം, ഇത് നമുക്ക് കരുണയുടെ, കൃപയുടെ, രക്ഷയുടെ കാലഘട്ടമാണ്. ഈ ഈസ്റ്റർ നോമ്പായി നാം കുമ്പസാരിക്കണമേ. കാരണം നമ്മുടെ മരണം, നമ്മുടെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായി ഈ ലോകത്തിൻ്റെ ഒന്നും, നമ്മുടെ പണമോ കുടുംബമഹിമയോ പേരോ പ്രശസ്തിയോ ഒന്നും ഉപകരിക്കത്തില്ല. നമുക്ക് പരദീസായിലേക്ക് കയറുവാനായി നമുക്കറിയാം, അത് ചിന്തിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ തീജ്വാല ഉണ്ടാകും. കാരണം പരദീസായുടെ വാതിക്കല് നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തിയിൽ, അവരെ പുറത്താക്കിയ ശേഷം അവിടെ കെരൂബുകളെ കാവൽ നിർത്തി തീ കൊണ്ട് കറങ്ങുന്ന 4 വശത്തേക്കും കറങ്ങുന്ന ഒരു വാളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണത്, ഒന്നുകൂടി ചിന്തിക്കുന്നതല്ല. അപ്പൊ നമ്മളെ ഉള്ളിൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ടാണ്, ഒരു അടയാളം മാത്രം, വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, യേശുവിനെ കുറിച്ചാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. ഇതിനുള്ളിൽ നമ്മൾ ഈ തിരുസഭയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു മാമോദീസായിലൂടെ. ഈ അഗ്നിയാലുള്ള സ്നാനം അത് നമ്മുടെ ജീവിതം മുഴുവനും നടക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ. നമ്മൾ എത്രയോ പേരോടാണ് നമുക്ക് ഇല്ലേ പരിശുദ്ധ സ്നേഹാഗ്നി ജ്വാലയിൽ നമ്മൾ സ്നാനപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആരോടും ഒരിക്കലും വെറുപ്പ് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല അല്ലേ. വെള്ളത്തിൽ മീൻ കിടക്കുന്ന പോലെ നമ്മൾ സ്നേഹാഗ്നി ജ്വാലയിൽ നമ്മൾ മുങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആരെയും വെറുക്കാൻ പറ്റില്ല. സ്നേഹാഗ്നി ജ്വാലയിൽ ഈശോയുടെ ഹൃദയം ആ സ്നേഹാഗ്നി ജ്വാലയിൽ മുങ്ങിയിരിക്കുകയാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ ഹൃദയം കരുണയും സ്നേഹവുമാണ്. നമ്മളിപ്പോഴും എത്രയോ പേരോട് ക്ഷമിക്കാനുണ്ടല്ലേ. ഇപ്പം നമ്മൾ ഇതുവരെയും ആ അഗ്നിയാൽ സ്നാനപ്പെട്ടിട്ടില്ല. തിരിച്ചറിയണം. യേശുവിൻ്റെ കുരിശിലേക്കെങ്കിലും നോക്കിയിട്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ആ കുരിശിൽ കിടക്കുന്നവൻ. എനിക്കും നിങ്ങൾക്കും നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും നമ്മുടെ മരിച്ചുപോയവർക്കും വേണ്ടി അവൻ തന്റെ സ്നേഹം വെളിപ്പെടുത്തിയ അടയാളമാണ് ആ ക്രൂശിന്റെ രൂപം. അവൻ നമുക്ക് വേണ്ടി കാണിച്ച സ്നേഹത്തിന്റെ അടയാളമാണ്. അതെങ്കിലും കണ്ടുകൊണ്ടെന്ന് അവനെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ. അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, അവൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. ഞാൻ വെറുക്കുന്നവരെയും അവൻ സ്നേഹിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹം 10 കൽപ്പനകളെ യേശു സ്നേഹത്തിന്റെ രൂപത്തിലാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ സ്നേഹിക്കുക. 2ാമത്തെ കൽപ്പന, അതെ, നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെയും എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം എന്നെ കരുതുന്ന പോലെ മറ്റുള്ള ഓരോ വ്യക്തികളെയും, പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും മോശക്കാരായി കാണുന്ന വ്യക്തികളുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമില്ലാത്തവര്, അവരെ ദൈവം എന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുള്ള അറിവിലേക്ക് വരുമ്പോൾ
കാരണം അവർ പാപികളാണ്, ഞാൻ നീതിമാനാണ്. ഈശോ പറഞ്ഞു, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. അപ്പൊ ഈശോ അവരെ സ്നേഹിക്കുന്നു, അവരെ തേടിയാണ് വന്നത്. അപ്പൊ ഞാൻ വെറുക്കുന്നവരെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ഉള്ളില് ശരിക്കും അഗ്നിയാലുള്ള സ്നാനം പൂർത്തിയാകുക. ഈ ഭൂമിയിൽ നിന്നും ഞാൻ കടന്നു പോകുന്നതിന് മുമ്പ് തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവുള്ള സ്നാനം സ്വീകരിച്ചത് നമ്മുടെ ജീവിതത്തിലുടനീളം കടന്നു പോകുമ്പോൾ നാം ദൈവസ്നേഹവും പരസ്നേഹവും കൊണ്ട് നിറഞ്ഞ് അഗ്നിയാൽ സ്നാനപ്പെടുകയാണ്. കാരണം നാം മരിക്കുമ്പോൾ, നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഒരു തീജ്വാലയായി മാറണം. ഈശോ പറഞ്ഞു, ലൂക്ക 22 പറഞ്ഞാണ്, ഭൂമിയിൽ തീയിടാൻ, അല്ലെ ലൂക്ക 12:49 ഈശോ പറഞ്ഞതാണ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഈ സ്നേഹത്തിന്റെ തീയാണ്, ഈശോയുടെ തിരുഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ആ സ്നേഹാഗ്നി ജ്വാല. നമുക്കറിയാം, നമുക്ക് വേണ്ടി കാൽവരിയിൽ തൻ്റെ ജീവൻ സ്നേഹത്തോടെ അർപ്പിച്ചുകൊണ്ട്, നാം പാപികളായിരിക്കെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ബലിയായി തീർന്നുകൊണ്ട്, കാൽവരിയിൽ ആ സ്നേഹം, ഈശോയുടെ തിരുഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ആ സ്നേഹാഗ്നി ജ്വാലം നമുക്ക് വേണ്ടി ബലിയായി നമ്മളെ വിശുദ്ധീകരിച്ച് മരിച്ചുയർത്ത് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് തൻ്റെ പിതാവിന്റെ സ്നേഹം, അല്ലെ അമ്മ ഓർപ്പിച്ചതുപോലെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, ഇതാണ് ആ സ്നേഹം നമ്മളിൽ നിറയ്ക്കാനായിട്ട് ദൈവം ചെയ്ത പ്രവൃത്തി. നമ്മുടെ ആത്മാവില് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അല്ലെ, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ പൂരിതമാകുമ്പോഴാണ് നമ്മൾ അഗ്നിയാലുള്ള സ്നാനം കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ സ്ഫുരിതമാകുന്നത്. ദൈവസ്നേഹവും പരസ്നേഹവും നമ്മൾ നിറയണം. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു തൻ്റെ ജീവിതത്തിൻ്റെ ബലിയർപ്പണത്തിലൂടെ താൻ തന്നെ ബലിവസ്തുവും പുരോഹിതനുമായി ബലിയർപ്പകനുമായി തീരുന്ന ആ പെസഹ രാത്രിയിൽ തലേദിവസം പിറ്റേ ദിവസം വെള്ളിയാഴ്ച കുരിശിൽ തന്നെ ബലിവസ്തുവായി മാറേണ്ടവൻ പെസഹ രാത്രിയിൽ പുരോഹിത ശുശ്രൂഷ ആരംഭിച്ചു, അല്ലെങ്കിൽ ലോകത്തിൽ പുരോഹിത ശുശ്രൂഷ യേശു ആരംഭിച്ചു. 12 അപ്പസ്തോലന്മാരെ മാത്രം, അവിടെ വേറെ ആരുമില്ല. വിശുദ്ധ കുർബാനയുടെ അർപ്പണം ആ 12 അപ്പസ്തോലന്മാർ മാത്രമായിട്ടാണ് ഈശോ ചെയ്തത്. പൗരോഹിത്യത്തിന്റെ സ്ഥാപനം നമ്മൾ പറയുന്ന ആ മേഖല, അതെ, അവിടെ ഈശോ നമുക്കറിയാം അവരുടെ കാല് കഴുകിയത് ഒരു കുമ്പസാരമായിരുന്നു. ആണ്ടിൽ ഒരിക്കലെങ്കിലും, അതെ, യേശു ആദ്യമായിട്ടാണത് ചെയ്തത്. അതിനു മുമ്പ് ഒരിക്കലും ചെയ്തിട്ടില്ല. തൻ്റെ ബലി, താൻ മരിക്കാൻ പോവുകയാണ്. താൻ മരിക്കുന്നതിന് മുമ്പായി എല്ലാവരോടും അനുരഞ്ജനപ്പെട്ടുകൊണ്ട് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ വേണം മരിക്കാൻ, ബലിയായി തീരാൻ എന്നുള്ളൊരു ഉറപ്പ് ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഇവരെ പലപ്പോഴും ഞാൻ ഓർപ്പിച്ചതുപോലെ ശിഷ്യന്മാരെ പലപ്പോഴും ഈശോ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പത്രോസിനെ സാത്താനെയും തന്നെ വിളിച്ചത്. ശിഷ്യന്മാരെ പലപ്പോഴും അവിശ്വാസമുള്ളതും വഴിപിടിച്ചതുമായ തലമുറയെ എന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും യേശു ഇവരെ കൊണ്ടുപോകുമ്പോൾ ഇവർ വഴിയിൽ പലപ്പോഴും കൂട്ടമായി തിരിഞ്ഞു വന്ന് പരസ്പരം കലഹിക്കുകയും ബഹളം വെക്കുകയും ശണ്ട കൂടുകയും തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് ഇവർ പരസ്പരം ബഹളം വെക്കുകയും വഴക്കൂടുകയും ചെയ്തിരുന്നു. യേശുവിന് പലപ്പോഴും ഇവരെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. നമ്മളും ഇന്ന് അതല്ലേ, ആരാണ് വലിയവൻ, ആർക്കാണ് കൂടുതൽ പണമുള്ളത്, ആരാണ് കഴിവുള്ളത് എന്നൊക്കെ നമ്മൾ ഇന്ന് പരസ്പരം തർക്കിക്കുകയും ബഹളം വെക്കുകയും വഴക്കൂടുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തില് നമ്മുടെ ദൈവവുമായി ഒരു അനുരഞ്ജനം, മറ്റുള്ളവരുമായ ഒരു അനുരഞ്ജനം, നമ്മുടെ അഗ്നിയാലുള്ള സ്നാനം അവിടെയാണ് പൂർത്തിയാകുക. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ, ഈ 50 നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹവും പരസ്നേഹവും പൂർണ്ണമായി, അല്ലെങ്കിൽ അഗ്നിയാലുള്ള സ്നാനത്തിന്റെ പൂർണ്ണതയിലേക്ക് നാം വരികയാണ്. ഈ നോമ്പിന്റെ അവസാനത്തേക്ക് നമ്മൾ പരിശോധിക്കണം, നമ്മുടെ ഉള്ളിൽ ഇനിയുണ്ടോ ആരോടെങ്കിലും ക്ഷമിക്കാൻ. ഞാൻ ഇതുവരെയെങ്കിലും കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഇനിയെങ്കിലും ഒന്ന് കുമ്പസാരിക്കാൻ. ഇന്നെങ്കിലും അവൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിലുള്ളതെല്ലാം ഒരു നിമിഷം കൊണ്ട് നാം മരിച്ചാൽ, നമ്മുടെ ഹൃദയം മിടിച്ചാൽ, നിന്നുപോയാൽ, നമ്മുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിന്നാൽ, ഒരു സ്ട്രോക്ക് വന്നാൽ, ഒരു അപകടം സംഭവിച്ചാൽ, പെട്ടെന്നുള്ളൊരു മരണം നമുക്ക് സംഭവിക്കുമ്പോൾ എത്ര സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവ് നിത്യത്തിലേക്ക് പോകാൻ, നമ്മുടെ ആത്മാവിൽ ഈ വെളിച്ചം, ഈ പ്രകാശം, തീജ്വാല ഉണ്ടായിരിക്കണം. ആ പർദീസായുടെ വാതിൽ കറങ്ങുന്ന ആ തീജ്വാലയിലൂടെ തീക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. തീയിലൂടെ തീക്ക് മാത്രമേ കടന്നു, ബാക്കിയെല്ലാം ചാമ്പല, അങ്ങോട്ടൊന്നും കയറത്തില്ല.
ഇപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ ഇന്നലെ ചിന്തിച്ചല്ലേ, എനിക്ക് വരദാനങ്ങളുണ്ട്, ഭാഷാവരമുണ്ട്, ദർശനപരമുണ്ട്, പ്രവചനപരമുണ്ട്, രോഗശാന്തിപരമുണ്ട്, ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വരമുണ്ട്. എല്ലാ വരങ്ങളും ഉണ്ടെങ്കിലും മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. അങ്ങോട്ട് കയറാൻ പറ്റില്ല. എല്ലാം ഇവിടം കൊണ്ട് തീരുകയാണ്. എന്തെല്ലാം ഉണ്ട്, മിനിസ്ട്രി ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, ശുശ്രൂഷകളുണ്ട്, ധ്യാനകേന്ദ്രങ്ങളുണ്ട്, ധ്യാനം ഗുരുവാണ്, ധ്യാനം നയിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ഉള്ളില് ഈ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, അത് കഴിഞ്ഞ് അഗ്നിയാലുള്ള തീജ്വാല, സ്നേഹാഗ്നി ജ്വാലയാലുള്ള സ്നാനം കൊണ്ട് ഞാൻ പൂർണ്ണമായില്ലെങ്കിൽ എല്ലാവരെയും, ദൈവത്തെയും മറ്റെല്ലാവരെയും, ഈ ലോകത്തിൽ ആരെയും വെറുക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിന്റെ നിറവാണ് ഈ അഗ്നിയാലുള്ള സ്നാനം. സ്നേഹാഗ്നി ജ്വാല നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് പൂർണ്ണമായും നമ്മൾ അതിലേക്ക് ഓരോ ദിവസവും പരിശ്രമിക്കുകയാണ്. എത്രയോ പേരാണ് നമ്മളെ വേദനിപ്പിച്ചത്, എത്രയോ പേരാണ് നമ്മൾ ഇനിയും ക്ഷമിക്കാനുള്ളത്. നമ്മൾ ഈ ഭൂമിയിലെ കടന്നുപോകലിന് മുമ്പായി നമ്മളത് ചെയ്യുന്നതാണ്. യേശു ചെയ്തതുപോലെ ശിഷ്യന്മാരുടെ യൂദാസിന്റെ കാലും പിടിച്ച് തന്നെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്നവനാണ്. അവന്റെ കാലും പിടിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ ഈശോ പറഞ്ഞാണ്, എന്നോട് ക്ഷമിക്കുക മകനെ, എന്നോട് ക്ഷമിക്കുക, ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ഈശോ ഹൃദയത്തിൽ പറഞ്ഞു, ഹൃദയത്തിന്റെ ഭാഷയിൽ അല്ലേ. പത്രോസ് പറഞ്ഞ് എന്നെ ഈശോ പറഞ്ഞില്ല, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി യാതൊരു പങ്കുമില്ല. പ്രിയ, നമ്മളിത് അറിയണം. ഈശോ വന്നിട്ട് ഇന്ന് നമ്മളെ ഓർപ്പിച്ചതായിരുന്നല്ലോ, യൂദാസ് അതൊന്നും അറിയാതെ ഹൃദയം കഠിനമാക്കി പണത്തിന്റെ പണക്കൊതിയനായ യൂദാസ് യേശുവിന്റെ മുമ്പില് ഒരു മാറ്റവുമില്ലാതെ ആ അപ്പക്കഷ്ണം സ്വീകരിച്ച് സാത്താൻ അവന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു, 30 വെള്ളിക്കാശ് അവന്റെ കീശയിലിട്ടു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് അവൻ കാണുന്നത് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മരണത്തിന് വിധിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് അവൻ ആകെപ്പാടെ എങ്ങനെ സംഭവിച്ചു, ഇതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ, ഞാൻ വിചാരിച്ചത് ഇവനെ ആർക്കും കൊല്ലാൻ പറ്റുകയില്ലെന്നാണ്. സാത്താന്റെ വഞ്ചന ഓർത്തു നോക്കി. ഈ ഭൂമിയിൽ നമ്മളെ ഇന്ന് സാത്താൻ പല രീതിയിൽ വഞ്ചിക്കുകയാണ്. സാത്താന്റെ വഞ്ചനയെ കുടുങ്ങിയ യൂദാസ് ഓടുകയാണ് ദേവാലയത്തിലേക്ക് പണസഞ്ചിയുമായി. പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയതാണ്, അവന് ഞാൻ അറിയാതെയാണ് അവനെ കാണിച്ചു തന്നത്, എനിക്ക് തെറ്റിപ്പോയി, നിങ്ങളുടെ പണം ഇതാ, അവനെ വിട്ടയക്കുക എന്ന് പറഞ്ഞപ്പോൾ അവര് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, സാത്താന്മാരിങ്ങനെയാണ് നമ്മളെ കൊണ്ട് പാപം ജയിച്ചിട്ട് നമ്മളെ അവസാനം പൊട്ടിച്ചിരിക്കും. നിനക്ക് ഇത് നേരത്തെ ചിന്തിക്കണമായിരുന്നു, ഇതൊക്കെ നേരത്തെ ചിന്തിക്കണമായിരുന്നു. നമുക്കറിയാം, അവർ പൊട്ടിച്ചിരിച്ചപ്പോൾ അവന്റെ ഹൃദയം തകർന്നു. അവൻ ആ പണസഞ്ചി, അവൻ കരുതിയുന്ന പണസഞ്ചി, അവന്റെ കയ്യിൽ എത്രയും നാൾ കരുതിയ പണസഞ്ചി മുഴുവനും ആ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ ഓടി. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അവന്റെ ഉള്ളില് ദൈവസ്നേഹം ഉണ്ടായെങ്കിൽ അറ്റ്ലീസ്റ്റ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് നിന്ന് ഓടിയാൽ മതിയായിരുന്നു. എനിക്ക് തെറ്റിപ്പോയി, ഞാൻ അറിഞ്ഞില്ല ഇത്. അത്രമാത്രം ചിന്തിക്കാൻ പോലും പറ്റാൻ സാത്താൻ അവന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞ സാത്താൻ അപ്പക്കഷ്ണം യോഹന്നാൻ, ഇന്നത്തെ സുവിശേഷത്തിന്റെ ഭാഗമാണ് യോഹന്നാൻ 13:26 അപ്പക്കഷ്ണം. യേശു കുർബാന സ്ഥാപനത്തില് ആ കുർബാന മുറിച്ചു കൊടുത്തപ്പോൾ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന പണത്തിന്റെ ആ ആസക്തിയുടെ ദുരാത്മാവ് അവന്റെ ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് അവനെ സാത്താൻ കീഴടക്കി. ഞാൻ പറഞ്ഞു പലപ്പോഴും, നമ്മൾ ഒരുക്കമില്ലാതെ കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുരാത്മാവിന്റെ കയ്യിലേക്ക് ഈശോ, ദിവ്യകാരൻ ഈശോ തന്നെയാണ്, ആ ഈശോയെ നമ്മൾ നാവ് കൊണ്ട് ചുംബിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പാപത്തിന്റെ ദുരാത്മാവിന്റെ കയ്യിലേക്ക് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. നമ്മൾ ഇന്നും അനുതാപമില്ലാതെ കുമ്പസാരമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ സാത്താൻ അവനെ കീഴ്പ്പെടുത്തി, അവന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. അവന് എന്താ നമുക്കറിയാം, ഇത് പിന്നീട് അവന്റെ ചിന്ത രക്ഷയൊന്നുമില്ല, ഇനി എനിക്ക് രക്ഷയൊന്നും, ഇനി മരിച്ചേക്കാം, ഇനി രക്ഷയൊന്നുമില്ല, ആരും ദൈവം പോലെ എന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി ആത്മഹത്യ, അവൻ പോയി തൂങ്ങിച്ചെത്തു എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹത്തിന്റെ അഗ്നി ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനേകരുടെ ഉള്ളിൽ നിരാശ, കുറ്റബോധം, എത്രയോ പേരാണ് ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത്. കാരണം എന്താ? ഈ സ്നേഹം ഉള്ളില്ലാത്തതുകൊണ്ടാണ്. ആര് സ്നേഹിക്കുന്നില്ല എന്നെ, ആർക്കും എന്നെ വേണ്ട എന്നുള്ള ആ ചിന്തയാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും ഈ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ അഗ്നിയാലുള്ള സ്നാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നടക്കേണ്ടതാണ്. ഈ പെസഹ കാലത്തെങ്കിലും, ഈ കഷ്ടാനുഭവ ആഴ്ചയിലെങ്കിലും ആ അഗ്നി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നെങ്കിൽ
യേശുവിനോടുള്ള സ്നേഹം മറ്റുള്ളവരോടുള്ള സ്നേഹമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. നമുക്കറിയാം, പത്രോസും യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷെ പത്രോസിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് പത്രോസ് പൊട്ടിക്കരഞ്ഞു. ഹൃദയം ഉരുകി അവൻ പൊട്ടിക്കരഞ്ഞു അനുതാപത്തോടെ. അതുകൊണ്ട് തന്നെയാണ് അവൻ മരിക്കാൻ തോന്നിയില്ല. അവൻ അനുതാപം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലും ഈ സ്നേഹമുള്ളപ്പോൾ സ്നേഹത്തിന്റെ അഭിഷേകം, അവൻ നിങ്ങളെ പരിശുദ്ധ അഗ്നിയാലും, ഈ അഗ്നിയാലുള്ള നിറവാണ് ഈ സ്നേഹാഗ്നിയാലുള്ള നിറവാണ് നമുക്ക് ജീവിക്കുവാനുള്ള പ്രേരണ നൽകുക, അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ ഓർത്ത് ജീവിക്കാൻ, മറ്റുള്ളവരെ ഓർത്ത് ജീവിക്കുവാനുള്ള പ്രേരണ ഈ പരിശുദ്ധാത്മാവിലെ സ്നേഹാഗ്നി ജ്വാല നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ മാത്രമേ നമുക്ക് ജീവിക്കുവാനുള്ളൊരു പ്രേരണയുള്ളൂ. നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. അതാണ് ഈശോ എന്ന് ഓർപ്പിച്ചത്. ഈശോ പറയുകയാണെന്നവരോട്, ഞാൻ യോഹന്നാൻ 13:34 ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മുടെ പരിശുദ്ധ, അല്ലെങ്കിൽ അവൻ നിങ്ങളെ അഗ്നിയാൽ സ്നാനപ്പെടുന്നു പറഞ്ഞ ആ ഒരു മേഖലയാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹാഗ്നിയാൽ സ്നാനപ്പെട്ടവരാണ്. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. പരിശുദ്ധാത്മ അഭിഷേകത്തിന് മുമ്പായിരുന്നു പത്രോസ് ആ ഉള്ളിൽ സ്നേഹമുണ്ട്. കർത്താവ്, നീ എവിടേക്ക് പോകുന്നു? യേശു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവ്, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയാത്ത എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവദിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂവുകയില്ല. ഒരു സ്നേഹാഗ്നി ജ്വാലയാൽ, ഇത് പന്തക്കോസ്ത അനുഭവത്തിന് മുമ്പാണ്. ഓർക്കുക, പന്തക്കോസ്തായ്ക്ക് പിന്നീട് യേശുവിന്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും പന്തക്കോസ്തായ അഭിഷേകം കഴിഞ്ഞാണ് പത്രോസ് യേശുവിന് വേണ്ടി അവസാനം റോമിലേക്ക് എന്നുകൊണ്ട് അവരെ ക്രൂശിക്കാനായിട്ട് വേണ്ട എൻ്റെ കർത്താവിനെ പോലെ ക്രൂശിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല, എന്നെ തലകീഴായി ക്രൂശിച്ചാൽ മതി എന്ന് പറയാനുള്ള ആത്മധൈര്യം, ആ സ്നേഹാഗ്നി ജ്വാല, ആ അഗ്നിയാലുള്ള സ്നാനം നമുക്ക് ചോദിക്കാം. കർത്താവേ, തിരുസഭ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ അഗ്നിയാലുള്ള സ്നാനം കൊണ്ട് നിറയട്ടെ. ഈ കഷ്ടാനുഭവാഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ ദിവ്യകാരുണ്യമേ, ദിവ്യ സ്നേഹമേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.